എക്സോട്ടിക് വാലി യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് നമ്മുടെ നോർമൽ അഡീനിയം പ്ലാന്റ് കളക്ഷൻസിൻ്റെ 6ാമത്തെ പാർട്ട് വീഡിയോ ആണ്. ഇതിന് മുൻപുള്ള വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ കാണുക. നമ്മൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇന്നും നമ്മൾ കുറച്ച് നോർമൽ വെറൈറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട്. പല കളർ കോമ്പിനേഷൻസിലുള്ള സിംഗിൾ പെറ്റലും മൾട്ടി പെറ്റലും ആയ ഫ്ലവേഴ്സ്. സോ നമുക്ക് ആദ്യത്തെ ഫ്ലവറിലേക്ക് പോയാലോ. ആദ്യത്തെ ഫ്ലവർ എന്ന് പറയുന്നത് ഒരു വൈറ്റ് പ്ലസ് പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു മൾട്ടിപ്പെറ്റൽ ഫ്ലവറാണ്. നമുക്ക് അതിൻ്റെ ബോർഡർ ലൈൻസിലും സെൻറ്ററിൽ കൂടെയാണ് ആ പിങ്ക് ഷെയ്ഡ് വരുന്നത്. നല്ലൊരു ഫ്ലവർ. അതിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA 35. നെക്സ്റ്റ് വരുന്നത് ഒരു യെല്ലോ പ്ലസ് റെഡ് ഷെയ്ഡിൽ വരുന്ന ഒരു ഫ്ലവർ കോമ്പിനേഷനാണ്. നല്ലൊരു ഫ്ലവർ. അതിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA 34. നെക്സ്റ്റ് വരുന്നതും ഒരു യെല്ലോ പ്ലസ് റെഡ് ഷെയ്ഡ് തന്നെയാണ്. നല്ല റെഡ് അല്ല, ഒരു ലൈറ്റ് റെഡ് പോലെ ഒരു ലൈൻ മാത്രമേ നമുക്ക് ആ സെൻറ്ററിൽ കൂടെ വരുന്നുള്ളൂ. മൾട്ടിപ്പെറ്റൽ ഫ്ലവർ തന്നെയാണ്. സോ ഇതിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA 33. നെക്സ്റ്റ് വരുന്നത് ഒരു റെഡ് പ്ലസ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു ഫ്ലവറാണ്. ഈ ഫ്ലവറിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA 32. നെക്സ്റ്റ് വരുന്നത് ഒരു റോസ് പ്ലസ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ഫ്ലവറാണ്, മൾട്ടിപ്പെറ്റൽ. ഇതിന് കോഡ് നൽകിയിട്ടുള്ളത് ALA 31. നെക്സ്റ്റ് വരുന്നത് ഒരു ബ്യൂട്ടിഫുൾ വയലറ്റ് ഷെയ്ഡിൽ പ്ലസ് ഒരു റെഡ് ഷെയ്ഡിലും വരുന്ന ഒരു കളർ കോമ്പിനേഷനാണ്. ഡാർക്ക്, ഇത് പൂക്കുന്ന സമയത്ത് ഇത് ലൈറ്റ് ഷെയ്ഡായിരിക്കും വയലറ്റ്. ഇത് പൂത്ത് അതിൻ്റെ ഫ്ലവർ നല്ല വിരിഞ്ഞതിന് ശേഷമായിരിക്കും ആ വയലറ്റ് കളർ നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ അതിൽ തിൻ ആയിട്ട് എഡ്ജസിൽ മാത്രം ഒരു വൈറ്റ് ഷെയ്ഡും വരുന്നുണ്ട്. ഇതിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA 30. നെക്സ്റ്റ് വരുന്നത് ഒരു ബ്യൂട്ടിഫുൾ ഒരു പ്ലസൻറ്റ് ഒരു റോസ് ഫ്ലവറാണ്. ലൈറ്റ് റോസ് ആണ്, പ്ലസ് വൈറ്റ് ഷെയ്ഡും കൂടെ വരുന്ന ഒരു കോമ്പിനേഷൻ, ഒരു ബ്യൂട്ടിഫുൾ ഫ്ലവർ. ഇതിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA 29. നെക്സ്റ്റ് വരുന്നത് ഒരു വളരെ മനോഹരമായൊരു ഫ്ലവറാണ്. നമ്മളൊരു വൈറ്റ് പ്ലസ് റെഡ് ഷെയ്ഡ് തന്നെയാണ്. പിന്നെ അതിൻ്റെ ആ ഫസ്റ്റ് പെറ്റൽ നമുക്ക് നല്ല വൈറ്റിഷ് ആയിട്ടും പിന്നെ അതിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോൾ കുറച്ച് ഡാർക്കായിട്ട് ഫീൽ ചെയ്യും. എഡ്ജസിൽ മാത്രം നല്ലൊരു റെഡ് എഡ്ജസും വരുന്നുണ്ട്. ഇതിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA 28. നെക്സ്റ്റ് വരുന്നത് ഒരു വെൽവെറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു ടൈപ്പ് വരുന്ന ഒരു പ്ലാന്റ് ആണ്. ഒരു ബ്ലാക്കിഷ് റെഡും കൂടെ ചേർന്ന് വരുന്ന ഒരു കളർ കോമ്പിനേഷൻ. ഇതിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA 27. നെക്സ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് ഷെയ്ഡ് വരുന്നൊരു ഫ്ലവറാണ്. യെല്ലോ പ്ലസ് പിങ്ക് ഷെയ്ഡാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ. ഇത് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് 26. നെക്സ്റ്റ് വരുന്നത് ഒരു യെല്ലോ ഫ്ലവറാണ്, യെല്ലോ പ്ലാന്റ് ആണ്. വളരെ പ്ലസൻറ്റ് ബ്യൂട്ടിഫുൾ ഫ്ലവർ. എനിക്ക് പേഴ്സണൽ ഫേവറേറ്റും കൂടെയാണ് ഈ യെല്ലോ. സോ ഇത് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA 25. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കളക്ഷൻസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഇതുപോലെ അഡീനിയം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട കോഡ്, നിങ്ങൾക്ക് ഏത് ഫ്ലവർ ആണെന്ന് കോഡ് കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് ഫ്ലവർ വരുന്നത് ഒരു റോസ് പ്ലസ് വൈറ്റ് ഷെയ്ഡാണ്. പിന്നെ ഒരു ലൈറ്റ് യെല്ലോയും കൂടെ സെൻറ്ററിൽ വരുന്നുണ്ട്. അങ്ങനെ ട്രൈക്കളർ ഫ്ലവറാണ്, മൾട്ടിപ്പെറ്റൽ തന്നെയാണ്. ഇതിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA 24. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വൈറ്റ് ഫ്ലവറാണ്. വേറെ കളേഴ്സ് ഒന്നുമില്ല, വൈറ്റ് ഷെയ്ഡ് തന്നെയാണ് ഫുൾ. സോ ഇതിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA 23. നെക്സ്റ്റ് വരുന്നത് ഒരു ഓറഞ്ചിഷ് യെല്ലോയും പ്ലസ് ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു മൾട്ടിപ്പെറ്റൽ ഫ്ലവറാണ്. നല്ലൊരു കോമ്പിനേഷനാണ്. നമ്മൾ ഇതിന് കോഡ് നൽകിയിട്ടുള്ളത് ALA 22. നെക്സ്റ്റ് വരുന്നൊരു സിംഗിൾ പെറ്റൽ നോർമൽ വെറൈറ്റീസിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ്. റെഡ് ഷെയ്ഡാണ്. അതിൻ്റെ സെൻറ്ററിൽ മാത്രം ലൈറ്റ് ഷെയ്ഡിൽ ഒരു പിങ്ക് കളറും വരുന്നുണ്ട്. നമ്മൾ ഇതിന് കോഡ് നൽകിയിട്ടുള്ളത് ALA 21. നെക്സ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് റെഡ് പ്ലസ് യെല്ലോ കോമ്പിനേഷനാണ്. റെഡ് നമുക്ക് റെഡായിട്ട് വരില്ല, ഒരു റോസ് പ്ലസ് റെഡ് അങ്ങനെ ഒരു കളറാണ്. മൾട്ടിപ്പെറ്റൽ ഫ്ലവർ തന്നെയാണ്. നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA 20. നെക്സ്റ്റ്
ഈ ഫ്ലവർ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും? നല്ല കളറല്ലേ? നല്ല മുന്തിരി കളർ എന്ന് പറയും. നല്ലൊരു വയലറ്റ് കളറാണ്, നല്ല ഡാർക്ക് വയലറ്റ്. ഇതും ഒരു വെൽവെറ്റ് ഷെയ്ഡ് ഒരു ടൈപ്പ് ഫ്ലവർ തന്നെയാണ്. നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA19 എന്നാണ്. മൾട്ടിപെറ്റൽ ഫ്ലവർ ആണ്. സോ ഇതിൻ്റെ സെൻറ്ററിൽ മാത്രം ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട്. സോ ഇത് നല്ല ഫ്ലവറായി കഴിയുമ്പോഴത്തേക്കും, ഫുൾ ഫ്ലവർ ആകുമ്പോഴത്തേക്കും ഇത് ഫുൾ കവർ ചെയ്തിട്ട് ഈ ഡാർക്ക് കളർ തന്നെയായിരിക്കും. നെക്സ്റ്റ് വരുന്നത് ഒരു റോസ് പ്ലസ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു മൾട്ടിപെറ്റൽ ഫ്ലവർ ആണ്. സോ ഈ പ്ലാന്റിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA18. സോ നെക്സ്റ്റ് വരുന്നത് ഒരു ഒണിയൻ പിങ്ക് കളറും വൈറ്റ് ഷെയ്ഡും കൂടെ വരുന്നതാണ്. പിന്നെ ഈ മൾട്ടിപെറ്റലാണ്. ഇതിൻ്റെ ലാസ്റ്റ് മുട്ട് വരുന്ന ആ ഭാഗം മാത്രം ഒരു ബ്രൗണിഷ് കളർ വരുന്നുണ്ട്. ട്രൈ കളർ ഫ്ലവർ ആണ്. സോ ഇതിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA17. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ഫ്ലവർ. 2 or 3 സ്റ്റെപ്സ് പെറ്റൽസ് ആയിരിക്കും വരുന്നത്. അതും വളരെ ഭംഗി. ഫസ്റ്റ് പെറ്റൽസിൻ്റെ ആ ലൈൻ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടല്ലേ? അത് നല്ല ഫുൾ ഫ്ലവേർഡ് ആയിട്ട് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഓരോ ലെയറിലും പല രീതിയിലായിരിക്കും ഡിസൈനിങ് വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവറാണ്. നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA16. നെക്സ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് പിങ്ക് പ്ലസ് വൈറ്റ് ഷെയ്ഡിൽ വരുന്നൊരു പ്ലാന്റ് ആണ്. നമ്മളിതിന് കോഡ് നൽകിയിട്ടുള്ളത് ALA15. നെക്സ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് യെല്ലോ പ്ലസ് പിങ്ക് ഷെയ്ഡിൽ വരുന്ന മൾട്ടിപെറ്റൽ ഫ്ലവർ ആണ്. സോ ഇതിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA14. നെക്സ്റ്റ് വരുന്നത് ഒരു വൈറ്റ് പ്ലസ് പിങ്ക് ഷെയ്ഡിൽ വരുന്ന മൾട്ടിപെറ്റൽ ഫ്ലവർ ആണ്. ഇത് ഒത്തിരി ഫ്ലവർ ഉണ്ടാവും കേട്ടോ ഈ പ്ലാന്റിൽ. ആ പ്ലാന്റ് കാണാൻ പറ്റാത്ത രീതിയിൽ അത്രയും ഫ്ലവേഴ്സ് ഉണ്ടാവും. നല്ല ഒരു രസമാണ് കാണാൻ. സോ ഈ കോമ്പിനേഷന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA13. നെക്സ്റ്റ് വരുന്നത് ഒരു ക്യൂട്ട് പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു ഫ്ലവറാണ്. ലൈറ്റ് പിങ്ക് പ്ലസ് ഡാർക്ക് പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു മൾട്ടിപെറ്റൽ ഫ്ലവർ. സോ ഇതിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA12. നെക്സ്റ്റ് വരുന്നത് ഒരു നല്ല ഡാർക്ക്, നമ്മൾ ബ്ലഡ് റെഡ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു ഫ്ലവറാണ് മൾട്ടിപെറ്റൽ. ഇതിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA11. നെക്സ്റ്റ് വരുന്നത് ഒരു സിംഗിൾ പെറ്റാണ്, പക്ഷെ നല്ല ഒരു എക്സോട്ടിക് വെറൈറ്റിയെ പോലെ തന്നെയാണ്. ആ ഒരു കോറൽ ഡിസൈനിങ്ങിൽ വരുന്ന ആ റെഡ് പ്ലസ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു ഫ്ലവറാണ്. ഇത് സിംഗിൾ പെറ്റൽ ആണെങ്കിൽ പോലും ആ ഒരു കളർ കോമ്പിനേഷൻ പ്ലസ് ആ ഡിസൈനിങ്ങും വളരെ മനോഹരമാണ് കേട്ടോ. സോ ഇത് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA10. നെക്സ്റ്റ് വരുന്നത് ഒരു റെഡ് ഫ്ലവറാണ്. പ്യുവർ റെഡ് തന്നെയാണ്, മൾട്ടിപെറ്റൽ ഫ്ലവറാണ്. നമുക്കിതിന് ഈ പ്ലാന്റിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA9. നെക്സ്റ്റ് വരുന്നത് ഒരു ഒണിയൻ പിങ്ക് പ്ലസ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന നല്ലൊരു ഡിസൈൻ വരുന്നൊരു ഫ്ലവറാണ്. സിംഗിൾ പെറ്റലാണ്. നമ്മളിതിന് കോഡ് നൽകിയിട്ടുള്ളത് ALA8. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ യെല്ലോ ഫ്ലവറാണ്. ഈ ഫ്ലവറിലെ എഡ്ജസിൽ മാത്രം ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട്. നമ്മൾ ഈ പ്ലാന്റിന് കോഡ് നൽകിയിട്ടുള്ളത് ALA7. നെക്സ്റ്റ് വരുന്നത് മൾട്ടിപെറ്റലാണ്, പക്ഷെ വളരെ മനോഹരമായ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റും കൂടെയാണ്. ഇത് നമ്മൾ വൈറ്റ് ഫ്ലവറാണ്, പക്ഷെ യെല്ലോ ഷെയ്ഡ് വളരെ നേർത്ത് അതിൻ്റെ സെൻറ്ററിൽ മാത്രമായിട്ട് വരുന്ന ഒരു ഫ്ലവർ ടൈപ്പാണ്. ഇതിന് നമ്മൾ ഈ പ്ലാന്റിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA6. നെക്സ്റ്റ് വരുന്നതും ഒത്തിരി ഫ്ലവർ ഉണ്ടാവും കേട്ടോ ഈ പ്ലാന്റിൽ. നല്ല ഈ പൂത്ത് വരുമ്പോൾ നല്ല രസമാണ് ഈ പ്ലാന്റ് കാണാനായിട്ട്. കളർ ടൈപ്പ് മനസ്സിലായല്ലോ, വൈറ്റ് പ്ലസ് ലൈറ്റ് പിങ്ക് ഷെയ്ഡും കൂടെ വരുന്ന ഒരു കളർ കോമ്പിനേഷനിൽ വരുന്ന മൾട്ടിപെറ്റൽ പ്ലാന്റ് ആണ്. സോ ഇത് നമുക്ക് കോഡ് നൽകിയിട്ടുള്ളത് ALA5. നെക്സ്റ്റ് വരുന്നത് ഒരു സിംഗിൾ പെറ്റൽ വെറൈറ്റിയാണ്. കളർ ഷെയ്ഡ് വരുന്നത് യെല്ലോ പ്ലസ് റെഡ് ആണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ ഫ്ലവർ ആണ്. നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA4. നെക്സ്റ്റും യെല്ലോ പ്ലസ് റെഡ് ഷെയ്ഡ് തന്നെയാണ്. മുൻപ് നമ്മൾ കണ്ട അതേ ഷെയ്ഡ് തന്നെയാണ്, പക്ഷെ അതിൻ്റെ ആ ഒരു വെറൈറ്റി ഉണ്ടോ, അത് സിംഗിൾ പെറ്റലാണ്. ഇത് മൾട്ടിപെറ്റൽ ഫ്ലവർ ആണ്. നല്ലൊരു കോറൽ ഡിസൈൻ പോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്ലവർ. നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA3.
നെക്സ്റ്റ് വരുന്നത് ഒരു വയലറ്റ് പ്ലസ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന മൾട്ടിപ്പെറ്റൽ ഫ്ലവർ ആണ്. നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA2. സോ ഇന്നത്തെ വീഡിയോ പാർട്ടിലെ ലാസ്റ്റ് ഫ്ലവർ ടൈപ്പാണ്. മൾട്ടിപ്പെറ്റൽ ഫ്ലവർ തന്നെയാണ്. റോസ് പ്ലസ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു ഫ്ലവറാണ്, വളരെ ഭംഗിയുള്ള ഫ്ലവർ. സോ ഇതിന് നമ്മൾ കോഡ് നൽകിയിട്ടുള്ളത് ALA1. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് 6ാമത്തെ പാർട്ട് നമ്മുടെ കയ്യിലുള്ള നോർമൽ വെറൈറ്റീസിലുള്ള അഡീനിയം പ്ലാന്റ് കളക്ഷൻസിൻ്റെ വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. സോ നമ്മുടെ കയ്യിലുള്ള നോർമൽ വെറൈറ്റീസിൻ്റെ 6 പാർട്ട് വീഡിയോയും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് വൈൻഡപ്പ് ചെയ്യാൻ പോവുക. അപ്പോൾ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. സോ ബൈ ഫ്രം എക്സോട്ടിക് വാലി യൂട്യൂബ് ചാനൽ.